ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മൾട്ടിമീഡിയ ഓഫ് സയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിറ്റാമിൻസിനെ പറ്റിയാണ് പറയുന്നത്. വിറ്റാമിൻസിൽ വിറ്റാമിൻ എ, ബി, സി, ഡി അങ്ങനെ തുടങ്ങുന്ന പല തരം വിറ്റാമിൻസ് ഉണ്ട്. അവരും അവരുടെ ഡെഫിഷ്യൻസിയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. +2 സിലബസിലേക്ക് വരുന്ന സമയത്ത് അല്ല, ജനറൽ നോളേജ് ആയിട്ടും നമുക്ക് ഇത് യൂസ്ഫുൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓരോ വിറ്റാമിനും അതിൻ്റെ പേരുകളും പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് വിറ്റാമിൻ എ എല്ലാവർക്കും അറിയാവുന്നതാണ്. വിറ്റാമിൻ എ ആൻഡ് ദിസ് വിറ്റാമിൻ എ അതിന് എന്താണ്, അതുകൊണ്ടുള്ള ഡെഫിഷ്യൻസി കാരണം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അതിനാണ് ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നോക്കാം. എന്താണ് ഡെഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളുടെ പേര് അതാണ് ഡെഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈറ്റിലോപ്പിയ, സീറോപ്തലാമിയ ആൻഡ് കെരാറ്റോമെലാസിയ ഇത്രയും ഈ 3 ഡെഫിഷ്യൻസി ഡിസീസുകളാണ് നമുക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വിറ്റാമിൻ എനെ പറ്റി പറയുകയാണെങ്കിൽ. ദെൻ സെക്കൻഡ് വൺ നമുക്ക് പറയാം വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ ഡിയുടെ വേറൊരു പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസിഫെറോൾ എന്നാണ്. കാൽസിഫെറോൾ. സോ എന്താണ് വിറ്റാമിൻ ഡിയുടെ വേറെ പേര്? കാൽസിഫെറോൾ. ദെൻ അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് അതായത് അഡൾട്ടിലും ചൈൽഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അഡൾട്ട് നോക്കാം. ഓക്കെ, അഡൾട്ട് കുറച്ച് മുതിർന്നവരാണെങ്കിൽ, അഡൾട്ടാണെങ്കിൽ അവർക്ക് എന്ത് ഡിസീസാണ് വരുന്നത്? ഓസ്റ്റിയോമെലാസിയ അഡൾട്ടിൽ വരുന്നു. ദെൻ ചൈൽഡ് ആണെന്ന് വിചാരിക്കുക. ചൈൽഡ് ആണെങ്കിൽ അവരിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് വണ്ണിലേക്ക് വരാം. ഓക്കെ, ഈ വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം കാരണം കൊണ്ട് ഉണ്ടാകുന്നത്. സോ സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ ഡി തന്നെയാണ്. വേറൊരു നെയിമായിട്ട് നമുക്ക് പറയാം. സോ സൺഷൈൻ വിറ്റാമിൻ ഓർ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി തന്നെയാണ്. രണ്ടും വിറ്റാമിൻ ഡി തന്നെയാണ്. അഡൾട്ട് ആണെങ്കിൽ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഓസ്റ്റിയോമെലാസിയ, ചൈൽഡ് ആണെങ്കിൽ റിക്കറ്റ്സ്. ദെൻ വിറ്റാമിൻ ഇയിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ ഇയുടെ വേറെ പേരെന്താണ്? ടോക്കോഫെറോൾ. ഓക്കെ, വിറ്റാമിൻ ഇയുടെ വേറെ പേര് ടോക്കോഫെറോൾ എന്നാണ്. ദെൻ ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് എന്താണ്? സ്റ്റെറിലിറ്റി ആണ്. സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ദെൻ നാലാമത്തേലേക്ക് വരാം. വിറ്റാമിൻ കെ അതിൻ്റെ പേരെന്താണ്? വിറ്റാമിൻ കെയുടെ വേറൊരു നെയിം എന്ന് പറയുന്നത് ഫില്ലോക്വിനോൾ ആണ്. ഓക്കെ, ഫില്ലോക്വിനോൾ എന്ന് പറയുന്നതാണ് വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി. അനദർ നെയിം. ഓക്കെ, ദെൻ വിറ്റാമിൻ നമുക്ക് ബിയിൽ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. ഇപ്പോൾ വിറ്റാമിൻ എ, ഡി, ഇ, കെ നമ്മൾ പറഞ്ഞു. ഇനി വിറ്റാമിൻ ബിയിലേക്ക് വരുമ്പോൾ വിറ്റാമിൻ ബിയിൽ പല ടൈപ്പ് ഉണ്ട്. വിറ്റാമിൻ ബി അതിൽ തന്നെ B1, B2, B3 അങ്ങനെ പലതുണ്ട്. ഇനി നമുക്ക് വിറ്റാമിൻ ബിയിൽ വരുന്ന അവരാണ് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വൺ വിറ്റാമിൻ B1 എടുക്കുക വിചാരിക്കുക. ഈ വിറ്റാമിൻ B1ൻ്റെ വേറെ പേര് എന്താണെന്നറിയോ? തയമിൻ എന്നാണ്. തയമിൻ. ഓക്കെ, ദെൻ വിറ്റാമിൻ B2വിലേക്ക് വരാം. വിറ്റാമിൻ B2ൻ്റെ വേറെ പേര് റൈബോഫ്ലാവിൻ എന്നാണ്. ഓക്കെ, ഈ വിറ്റാമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടുണ്ടാകുന്ന ഡിസീസിൻ്റെ പേര് ബെറിബറി എന്നാണ്. സ്കിന്നിനെ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ബെറിബറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിറ്റാമിൻ ബിയിൽ വരുന്നത് വിറ്റാമിൻ B3 ആണ്. ഓക്കെ, വിറ്റാമിൻ B3യുടെ വേറെ പേര് നയാസിൻ, അല്ലെങ്കിൽ പറയാം നിക്കോട്ടിനമൈഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിറ്റാമിൻ B5 ആണ്. ഓക്കെ, വിറ്റാമിൻ B3 കഴിഞ്ഞാൽ വിറ്റാമിൻ B5. ഇതിൻ്റെ വേറെ പേര് പാന്തോതെനിക് ആസിഡ് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരാം വിറ്റാമിൻ B6ലേക്ക് വരാം. വിറ്റാമിൻ B6ൻ്റെ വേറെ പേര് പെരിഡോക്സിൻ എന്നാണ്. ഓക്കെ, പെരിഡോക്സിൻ. ഓക്കെ, ദെൻ വിറ്റാമിൻ B7
വിറ്റാമിൻ B7 അതാണ് ബയോട്ടിൻ. വിറ്റാമിൻ B7 അതിൻ്റെ വേറെ പേര് വരുന്നത് ബയോട്ടിൻ എന്നാണ്. ഓക്കെ. ദെൻ വിറ്റാമിൻ B9 കൂടിയുണ്ട്. വിറ്റാമിൻ B9 അതിൻ്റെ പേര് വരുന്നത് ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ്. ഓക്കെ. സോ വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. ദെൻ ലാസ്റ്റായിട്ട് വിറ്റാമിൻ B12 ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ വേറെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സയനോകൊബാലമീൻ എന്നാണ്. സയനോകൊബാലമീൻ. ഓക്കെ. അപ്പോൾ ഇത്രയും വിറ്റാമിൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നും കൂടി നോക്കാം. വിറ്റാമിൻ എ കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് മൈറ്റിലോപ്പിയ, സീറോപ്തലാമിയ, കെരാറ്റോമലാസിയ. ദെൻ വിറ്റാമിൻ ഡി അതർവൈസ് കോൾഡ് സൺഷൈൻ വിറ്റാമിൻ, കാൽസിഫെറോൾ എന്ന് വിളിക്കും. അഡൾട്ടിലാണെങ്കിൽ ഓസ്റ്റിയോമലാസിയ, ചൈൽഡിലാണെങ്കിൽ റിക്കറ്റ്സ് ഡെഫിഷ്യൻസി ഡിസീസ്. വിറ്റാമിൻ ഇ കോൾഡ് ടോക്കോഫെറോൾ, സ്റ്റെറിലിറ്റി ആണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്. വിറ്റാമിൻ കെ ഫില്ലോക്കിനോൾ. ദെൻ വിറ്റാമിൻ ബിയിൽ വരുന്ന കുറേ ടൈപ്പ് നമ്മൾ പഠിച്ചു. വിറ്റാമിൻ B1 തൈമിൻ, വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ, വിറ്റാമിൻ B3 നയാസിൻ, വിറ്റാമിൻ B5 പാന്തോതെനിക് ആസിഡ്, വിറ്റാമിൻ B6 പിരിഡോക്സിൻ, വിറ്റാമിൻ B7 ബയോട്ടിൻ, വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. ദെൻ ലാസ്റ്റ് വിറ്റാമിൻ B12 സയനോകൊബാലമിൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വിറ്റാമിനെ പറ്റിയിട്ടുള്ളത്. ഇനി വിറ്റാമിൻ B3 നയാസിൻ ഓർ നിക്കോട്ടിനമൈഡ്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്നത് പെലഗ്രയാണ്. ഓക്കെ. പെലഗ്ര. ഇത്രയും ആണ് ഇവിടെ പറയാനുള്ളത്. ഇനി RBC പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ അതിൽ RBC പ്രൊഡക്ഷനിൽ ഏതൊക്കെ വിറ്റാമിൻസ് ആണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ B6, B9, B12 ഈ 3 പേര് RBC പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളവരാണ്. സോ RBC പ്രൊഡക്ഷൻ നോക്കുകയാണെന്ന് വിചാരിക്കുക. RBC പ്രൊഡക്ഷനിൽ ഏതൊക്കെ വിറ്റാമിൻസ് ആണ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ B6, B9 ആൻഡ് B12. ഓക്കെ. B12 സയനോകൊബാലമിൻ, B9 ഫോളിക് ആസിഡ്, B6 ഓക്കെ പിരിഡോക്സിൻ. ഈ 3 വരുന്നത് ഏതിലാണ്? RBC പ്രൊഡക്ഷനിലാണ്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വിവരം ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഓക്കെ. താങ്ക് യു.